നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. 10,000 രൂപ മുതൽ 1,20,000 രൂപ വരെ 365 ദിവസത്തേക്ക് ലോൺ ലഭിക്കുന്ന RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. RBIയുടെ അംഗീകാരമുള്ള പുതുപുത്തൻ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കുന്നത്. ഇത് ലോണിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ലോൺ ആപ്പിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് പോകാം. കമ്പനിയുടെ പേര് ബ്രൈറ്റ് ലോൺസ് എന്നാണ്. ഫോർ ബ്രൈറ്റ് ടുമോറോ. ഇവിടെ ഫോൺ നമ്പർ അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഷോർട്ട് ടേം ലോണുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പേഴ്സണൽ ലോണുകൾ കാറ്റഗറിയിൽ ഇൻസ്റ്റന്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ്, ഈസി റിഡ്രസൽ ആൻഡ് ഫ്ലെക്സിബിൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, സാലറീഡ് എംപ്ലോയി ആയിരിക്കണം, അതുപോലെ തന്നെ ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം, 25 വയസ്സിന് മേളിലായിരിക്കണം. 25 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് ലോൺ കിട്ടില്ല കേട്ടോ. ഷുഡ് ഹാവ് റിക്വയർഡ് ഡോക്യുമെന്റ്സ്, കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ 3 മാസത്തെ സാലറി സ്ലിപ്പ്, ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് ആയിട്ട് എന്തെങ്കിലും ടെലിഫോൺ ബില്ലോ, വോട്ടർ ID കാർഡോ, ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫും കൂടി വേണം. ഫോട്ടോ സെൽഫിയാണ്. റേറ്റ് ആൻഡ് ഫീസ് കാണാൻ പറ്റും. ഇപ്പോൾ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് 2.91 കുറച്ച് റേറ്റ് ആണ്. 24 to 36% വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. 2% പ്രോസസിംഗ് ഫീസ് ഉള്ളത്. GST ഉണ്ട്, 18% GST വരും. 35% ഓഫേർഡ് ആനുവൽ പെർസെന്റേജ് റേറ്റ്, 35% ഫിക്സഡ് ആണ്. ടെന്നർ 1 വർഷം മുതൽ 3 വർഷം വരെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ എടുക്കുകയാണെങ്കിൽ 35%ൽ 12 മാസത്തേക്ക് 1,000 രൂപയാണ് പ്രോസസിംഗ് ഫീ വരിക. GST 18 രൂപ വരും. എമൗണ്ട് ഡിസ്പെഴ്സ്ഡ് 48,820 നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് ഇവർ കട്ട് ചെയ്യും, ആ GST കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് GSTയും പ്രോസസിംഗ് ഫീസും കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് കിട്ടുക. EMI 4,998 വരും. ടോട്ടൽ പേയ്മെന്റ് 59,978. ടോട്ടൽ ഇൻട്രസ്റ്റ് 9,978 വരും. ഇതാണ് ഏകദേശം ഒരു കണക്ക്. അപ്പം ഈ ഒരു കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഏത് കമ്പനി എന്ന് വേണം നമുക്ക് എടുക്കാം. അപ്പോൾ ബ്രൈറ്റ് ലോൺസിന്റെ RBI അപ്രൂവൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവർ ആപ്പിലെത്തി. ബ്രൈറ്റ് ലോൺസ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പ്, DACPL എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. 1 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്പ്. ഇതിനകത്ത് എബൌട്ട് ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയുടെ പേര് കാണും. ദേവ് ആശിഷ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ദേവ് ആശിഷ് ക്യാപിറ്റൽ RBI അപ്രൂവ്ഡ് ആണ് നമുക്ക് നോക്കാം. RBIയുടെ NBFC ലിസ്റ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ദേവ് ആശിഷ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. RBI അപ്രൂവ്ഡ് ആണ്. അവരുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും ശക്തമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്യുമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. ഇവിടെ 10,000 മുതൽ 1,20,000 പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം 36% അടുത്ത്, അതിൽ 35% ഫിക്സഡ് ആണ്. അതിന്റെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഗുർഹോൺ ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കമ്പനികളിലും നമ്മൾ നോക്കിയിട്ട് വേണം ലോൺ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ആൾക്കാർ എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് കമന്റുകൾ എന്താണ് അവർ അതിനകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് നോക്കുക. കുറെ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. കസ്റ്റമർ സപ്പോർട്ടിന്റെ കാര്യങ്ങൾ, ദിസ് ഈസ് ഗുഡ് ആപ്പ് ആൻഡ് നെഗറ്റീവ്, ബ്രൈറ്റ് ലോൺ സ്മൂത്ത്ലി ആൻഡ് ഈസി, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് കമന്റുകളും ഉണ്ട്. ആ നെഗറ്റീവ് കമന്റുകൾ ഐ സബ്മിറ്റഡ് ലോൺ അപ്ലൈ 30 hours ബട്ട് നോട്ട് അപ്രൂവ്ഡ് എന്നൊക്കെ, റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ ഈ റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും റിജക്റ്റഡ് ആകുമ്പോഴേക്കും ഒരു ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുന്ന കമന്റ് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് ലോൺ റിജക്റ്റ് ആവാനുള്ള. ഇപ്പൊ നമ്മൾ കുറെ ലോണുകൾ ആയി കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും റവന്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഒരുപാട് ലോണുകളുടെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പുതിയൊരു ലോൺ കൂടി പാസ്സാവുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അനുഭവസ്ഥനാണ്. അതേപോലെ തന്നെ ചിലർക്ക് ലോൺ ഒന്നും ഉണ്ടാവില്ല, ബട്ട് സിബിൽ സ്കോർ ഡൗൺ ആയിരിക്കും. നേരത്തെ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് എന്തെങ്കിലും പണിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സിബിലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് സിബിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കുക. എനിക്കൊന്ന് ഗൂഗിൾ പേയിൽ തന്നെ അതിന്റെ ആവശ്യമുണ്ട്, അതിന്റെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് സിബിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂ ആക്കിയിട്ടുള്ളത്, എവിടെയാണ് നമുക്ക് സിബിൽ സ്കോർ കുറയാനുള്ള കാരണം എല്ലാം കാണും. ഇപ്പോൾ 30 ദിവസം കൊണ്ട് നമ്മൾ പെൻഡിങ് ആക്കിയത്, 60 ദിവസമായിട്ട് പെൻഡിങ് ആക്കിയത്, 1 വർഷത്തിൽ പെൻഡിങ് ആക്കിയത്, എല്ലാം പെൻഡിങ് ആക്കി EMIസിന്റെയും കാര്യങ്ങളൊക്കെ കാണും. ഏതെങ്കിലും EMI സെറ്റിൽമെന്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ലോണുകൾ എടുത്ത് കൃത്യമായിട്ട് അടക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടുന്ന് നമ്മൾ ലോൺ എടുത്താലും ഈ പറഞ്ഞ ആപ്പുകൾ RBI അപ്രൂവ്ഡ് ആണോ നോക്കണം. ഇതിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം. കോൺടാക്ട് നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ കുറെ ആൾക്കാർ ലോൺ അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്
വാട്സപ്പിൽ മെസ്സേജ്, കോളുകൾ, അതുപോലെ തന്നെ SMS വരും. ഇതിനൊന്നും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോരുത്. ഇതൊക്കെ ഒരുപാട് സ്കാമേഴ്സ് ആണ്, അടിവരയിട്ട് പറയാൻ പറ്റിയ ഒരു സ്കാമേഴ്സ് ആണ്. അവരെന്തെങ്കിലുമൊക്കെ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കും. ലൈക്ക് ഇത്ര പാസ്സായി, അപ്രൂവ്ഡ് ആയി, ഒരു 1000 രൂപ അടക്കം പറഞ്ഞാൽ 1000 രൂപ അങ്ങനെയൊക്കെ തട്ടിയെടുക്കുന്ന ഒരുപാട് ടീം ഇറങ്ങിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ട്. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുക. ഒരു പേര് കിട്ടിയ, ഒരു ലോൺ ആപ്പ് കമ്പനിയുടെ പേര് കിട്ടിയ NBFC ലിസ്റ്റിൽ ഉണ്ടോ നോക്കുക. ഇനി ഇതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ടോപ്പ് ആൻഡ് ആയിട്ടുള്ള കമ്പനികളുടെ പേരിൽ സ്കാം നടത്തുന്നുണ്ട്. നല്ല നല്ല കമ്പനികളുടെ പേരെടുത്തിട്ട് ഞാൻ ഇന്ന ക്രെഡിറ്റ് ബി എന്നാണ് വിളിക്കുന്നത്, ഞാൻ ബ്രൈറ്റ് ലോൺസ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ നമ്മൾ വിശ്വസിക്കും ബ്രൈറ്റ് ലോൺ അടിച്ചു നോക്കുമ്പോൾ NBFC അപ്രൂവലും ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീസ് കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും എടുക്കരുത്. ഡയറക്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈനപ്പ് ചെയ്യുക, അതിലൂടെ KYC കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് പുതിയ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ലോൺ എടുത്തില്ലെങ്കിൽ, ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്, എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിട്ട് മാറും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും. മറ്റൊരു മികച്ച വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് രോഹിണി സൈനിങ് ഓഫ്. ബൈ.